പോകുന്ന കുട്ടിക്ക് ഡിസിപ്ലിൻ എത്രത്തോണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ, ലൈക്ക് ഈ പോകുന്ന ആ സ്ഥലത്തൊന്ന് അഡ്ജസ്റ്റ് ആവും? LKG തൊട്ട് ഒരു +2 വരെ വീട്ടിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ചേച്ചി, ചേട്ടൻ അവരുടെ കൂടെ നിൽക്കുന്നു. ഇന്ന സമയത്ത് അവർ പഠിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ട്യൂഷന് വിടുന്നു, ട്യൂഷൻ ടീച്ചർ പഠിക്കാൻ പറയുന്നു, സ്കൂളിൽ പോകുന്നു, സ്കൂൾ ടീച്ചർ പഠിക്കാൻ പറയുന്നു. പക്ഷെ നമ്മൾ അബ്രോഡ് എത്തിക്കഴിഞ്ഞാൽ ദേ ഡോണ്ട് കെയർ. അതായത് നമ്മൾ പഠിക്കണോ വേണ്ടത് നമ്മൾ വേണം തീരുമാനിക്കാൻ. അപ്പം നമ്മൾ സ്വയം ടൈം ഉണ്ടാക്കണം. സെൽഫായിട്ട് പഠിക്കാനുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ എന്തിനാണ് അവിടെ വന്നതെന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സോ ആ സെൽഫായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. എന്നാലാണ് അതിൻ്റെ നമ്മൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമുക്ക് നാട്ടിലായിരിക്കുമ്പോൾ അമ്മ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നു, ഡ്രസ്സ് വാഷ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഈസി ഗോയിങ് ആയിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ വേണം ഡിസൈഡ് ചെയ്യാൻ. ഐദർ ഇഫ് യു ആർ കുക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ്, എന്താണെങ്കിലും ആ കാര്യങ്ങൾ നമ്മൾ വേണം കണ്ടുപിടിക്കാൻ. അതിൻ്റെ കൂടെ വേണം ഈ സ്റ്റഡീസ് ആണെങ്കിലും പാർട്ട് ടൈം ജോബ് ആണെങ്കിലും കാര്യങ്ങൾ, ഈ ഹൗസ് ഹോൾഡ് വർക്ക്സ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് എ ബിഗ് റോൾ ഇൻ ദിസ് ഫീൽഡ്.